മാധ്യമത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അവൻ എറണാകുളത്ത് തന്നെ ഉണ്ട്. മഹാരാജ സ്ഥലത്തുള്ള ടവറാണോ? അറിയാൻ വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നുണ്ട്. നിന്റെ അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അപ്പം ഈ കേസ് SIT തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഇനി SIT ആണ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് കാണാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തിവെച്ചില്ലേ, ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചടാ. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെൺപിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിക്കാനാ. നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കായിരുന്നാ മതി. എന്തിനാ നോക്കാതിരിക്കുന്നത്? നീ നോക്കണായിരുന്ന കുഴപ്പമില്ല. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഈശ്വര, എന്റെ കൺട്രോള് തെറ്റിക്കല്ലേ. എനിക്ക് കൺട്രോള് തരണേ ഭഗവതി. Are you sleeping, madam? Look. എടാ, ഒരുമായി കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയുന്നു. എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് ഈ നാട്ടിലെ പെമ്പിള്ളേരടുത്ത് ചോദിച്ചു നോക്കണ. തങ്കമണിയോടോ പാർവതിയോടോ കോമളവല്ലിയോടോ? അയ്യോ, നിർത്തന്റെ മാച്ച്. ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അതെ, തൽപരകശിയല്ല. ഇവന്റെ ഒരു ഭാഗ്യം. അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. എനിക്ക് തെറ്റിപ്പോയാശനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല. എന്തു പറ്റി? ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കി. ദൈവമേ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. ചവിട്ടി കൊന്ന് അതോടങ്ങ് തീരുമല്ല. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു പുഴിയാന കൂടെ വരൂല. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്തു വില ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ.